കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് മൊബൈൽ ഷോപ്പ് ഉടമ ഹർഷാദിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. താമരശ്ശേരി കൊടുവള്ളി സ്വദേശികളാണ് കസ്റ്റഡിയിലുള്ളത്. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തർക്കമാണ് തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ എന്നാണ് നിഗമനം. മിഥില ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥില, ഈ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഈ മൊബൈൽ ഷോപ്പ് ഉടമയെ കിട്ടിയതിനു ശേഷം ഇതിനു പിന്നിൽ കൊട്ടേഷൻ സംഘമുണ്ടെന്ന് പറയുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഏറ്റവും പുതിയ വിവരം എന്താണ്? സ്മിത, ഈ സംഭവം ഉണ്ടായി പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഒരു സാമ്പത്തിക ഇടപാട് ഇതിന് പിന്നിലുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ 4 സിഐമാരുൾപ്പെടെ 11 പോലീസുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി ബത്തേരിയിൽ ഈ ഹർഷാദിനെ ഈ സംഘം ഇറക്കിവിട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 10 ലക്ഷം രൂപയുടെ ഇടപാട് നടന്നു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസുമുള്ളത്. എന്നാൽ ഈ 10 ലക്ഷം രൂപ താൻ കൊടുക്കാനില്ല എന്നാണ് ഹർഷാദ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതേസമയം തന്നെ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഹർഷാദിന്റെ പിതാവിനെ വിളിച്ചിട്ട് 10 ലക്ഷം രൂപ വേണം എന്ന ഒരു മോചനദ്രവ്യമായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ കണക്ക് ഇതിലുണ്ട് എന്ന ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ അത് ആർക്ക് എങ്ങനെയാണ് കൊടുക്കാനുള്ളത്, അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ അന്വേഷിച്ചു വരുന്നതേയുള്ളൂ. അർഷാദ് ഈ ഒരു ആരോപണം, അതായത് 10 ലക്ഷം രൂപ ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ആൾക്ക്, ആരാണോ അർഷാദിനെ തട്ടിക്കൊണ്ടുപോകാൻ ഏർപ്പാടാക്കിയത് ആ ഒരാൾക്ക് 10 ലക്ഷം രൂപ ഹർഷാദ് നൽകാനുണ്ട് എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള നിഗമനം. അതേസമയം തന്നെ ഹർഷാദ് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിഷേധിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും ഇതിനു പിന്നിൽ ഒരു കൊട്ടേഷൻ സംഘമുണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നു. നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, അവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഈ ഒരു തട്ടിക്കൊണ്ടുപോകലിൽ നേരിട്ട് പങ്കുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. എന്തുതന്നെയായാലും വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യം വ്യക്തമാകും. നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഹർഷാദിനെ കോടതിയിൽ ഹാജരാക്കും. മിഥില ബാലനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.